എറണാകുളം കളമശ്ശേരിയിൽ വൻ തീപിടുത്തം. എടയാർ വ്യവസായ മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. സിജി ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഈ അപകടം. ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആളപായമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യവസായ സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് കൊച്ചിയിൽ ചേരുന്നു. സിബി, ഈ ആളപായമുണ്ടോ ഈ അപകടത്തിൽ? സിബി കേൾക്കുന്നുണ്ടോ? ഈ അപകടത്തിൽ ആളപായമുണ്ടോ? ഈ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരാളുടെ മൃതദേഹം കത്തിക്കരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. കളമശ്ശേരിയിലെ എടയാർ വ്യവസായ മേഖലയിൽ സിജി ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സിന്റെ ഇപ്പോൾ 6 യൂണിറ്റ് അവിടെ എത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതൊരു ഓയിൽ കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ ഈ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഒരാളുടെ മൃതദേഹം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇയാൾ ആ ഒരു സമയത്ത് അതിന്റെ ഈ ഒരു കമ്പനിക്കുള്ളിൽ അകപ്പെട്ടയാളാണ്. ഇയാളുടെ മൃതദേഹം ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. മറ്റാർക്കും മറ്റ് മറ്റ് ആളപായം സംബന്ധിച്ചൊന്നും തന്നെ വിവരമില്ല. കാരണം ഇതിനകത്തേക്ക് ഈ ഒരു കമ്പനിക്കുള്ളിലേക്ക് പൂർണ്ണമായും കയറാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതൊരു ഓയിൽ കമ്പനിയാണ്. ഈ ഓയിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ 8:30 ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. കളമശ്ശേരിയിലെ വ്യവസായ മേഖല കൂടിയാണ്. അവിടെ മറ്റുള്ള എല്ലാ വ്യവസായ യൂണിറ്റുകളും അടക്കമെല്ലാം തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല സ്ഥലത്തുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആദ്യം 3 ഫയർഫോഴ്സിന്റെ യൂണിറ്റായിരുന്നു എത്തിയിരുന്നത്. പക്ഷെ പിന്നീട് ഈ തീ ആളി പടരുന്ന സാഹചര്യം ഉണ്ടായതിനാൽ പിന്നീട് ഇപ്പോൾ 6 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അവിടെ ഇന്ന് രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. ഒരാള് ഇപ്പോൾ മരിച്ചു എന്നുള്ള നിർഭാഗ്യകരമായ ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആളുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഇത് പുറത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എടുത്ത് ഇപ്പോൾ ആംബുലൻസ് കയറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. വലിയ ഒരു വൻ തീപിടുത്തമാണ് കളമശ്ശേരിയിൽ ഉണ്ടായത്. ഈ തീപിടുത്ത കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോഴും ഫയർഫോഴ്സ് അവിടെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓയിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ഈ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ഫയർഫോഴ്സ് തീ അണയ്ക്കുവാനുള്ള സിബി, ഓയിൽ കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? എന്ത് കമ്പനിയാണ് അതൊന്നും പറയാമോ? ഇത് സിജി ലൂബ്രിക്കൻസ് എന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെ തരം ഓയിലാണെന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇത് ഈ ഓയിൽ കമ്പനി, അതായത് വിവിധ ഇനം ഓയിലുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് എണ്ണ കലർന്നതാകൊണ്ട് തന്നെ ഇത് ആളിക്കത്തും. ഈ തീ പെട്ടെന്ന് അണയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടം എത്രത്തോളം വ്യാപ്തി ഉണ്ടാകാനുള്ള കാരണം. കൂടുതൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ വലിയ രീതിയിലുള്ള തീ ആളിക്കത്തുന്ന ഒരു വ്യാപ്തി നമുക്ക് കാണാൻ കഴിയും. വലിയൊരു തീപിടുത്തം തന്നെയാണ് അത്. എണ്ണയും ഓയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് തീ വീണ്ടും ആളിപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇത് തീ അണയ്ക്കാനും വളരെ ദുഷ്കരമാണ്. വലിയ വീപ്പുകളിലാണ് ഈ ഓയിൽ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീപ്പുകളിലേക്ക് കൂടുതൽ തീ പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു വ്യവസായ മേഖലയാണ് എടയാറ്. ആ വ്യവസായ മേഖല ആയതുകൊണ്ട് തന്നെ ഇത് മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് പടരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലാവരെയും ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. മറ്റു ഇടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തായാലും മണിക്കൂറുകളായി, ഏകദേശം 2 മണിക്കൂറിലായി ഈ തീ ഒരു നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിഷാദ്, അങ്ങേറ്റം നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് കേൾക്കുന്നത്. എറണാകുളത്തെ എടയാറിലെ വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ, ഒരു കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാളുടെ മരണം, കത്തിക്കരിഞ്ഞ നിലയിലൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സിജി ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിലുണ്ടായിട്ടുള്ള തീപിടുത്തത്തിന് ഒരുപക്ഷെ ഒരു അഗ്നിബാധ ഉണ്ടായാൽ വലിയ തോതിലുള്ള ഒരു അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്വഭാവമുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തീ അണയ്ക്കൽ ഒരു വലിയ ടാസ്ക് ആയിരിക്കും ഫയർഫോഴ്സിനെ സംബന്ധിച്ച്. എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ അവിടെ ഉണ്ട്? സിബിയും തീ അണയ്ക്കൽ എന്നുള്ളത് വലിയൊരു പരീക്ഷയായിട്ട് മുന്നിൽ നിൽക്കുകയാണോ? തീർച്ചയായും അത് വലിയ വെല്ലുവിളി തന്നെയാണ് ഈ തീ അണയ്ക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ 6 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ബീഹാർ സ്വദേശി
സ്വദേശിയായ ശത്രുമുഖ്യ എന്നയാളാണ് കാണാതായത്. എന്നാളെ കാണാതായി എന്ന് പറയുന്നുണ്ട്. ഒരാളെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ആള് ഈ ബീഹാർ സ്വദേശിയായ ശത്രുമുഖിയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ബീഹാർ സ്വദേശിയായ ശത്രുമുഖിയെ കാണാനില്ല എന്നുള്ളതാണ് അവിടെ ഉള്ള മറ്റു ബന്ധുക്കളും മറ്റും പറയുന്നത്. അതുകൊണ്ട് ഈ കത്തിക്കരിഞ്ഞ മൃതദേഹം ഏതാണെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാൻ ഇനി വ്യക്തമാകാൻ കഴിയുന്നില്ല. അത് പിന്നീട് സ്വാഭാവികമായും DNA പരിശോധന ഉൾപ്പെടെ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരാളെ കാണാനില്ല. അത് ബീഹാർ സ്വദേശിയായ ശത്രുമുഖിയാണ്. ഇനി ഇയാൾ തന്നെയാണോ ഇപ്പോൾ മരണപ്പെട്ടെന്ന കാര്യത്തിൽ സംശയം പറയുന്നുണ്ട്. 6 പേർക്ക് പൊള്ളലേറ്റു എന്നും ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇതിന് വലിയ തീപിടുത്തം തന്നെയാണ് ഇടയാറിൽ ഉണ്ടായത്. ഇനി തീ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഒരു ഓയിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ ഒരു തീ പെട്ടെന്ന് അണയ്ക്കുക അസാധ്യമാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ കൂടുതൽ യൂണിറ്റ് ഉടനെ എത്തുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിൽ ഈ ഒരു തീപിടുത്തത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. CG ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനത്തിലെ ഓയിൽ കമ്പനിയിലാണ് ഈ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സമീപത്തുള്ള ആളുകളെല്ലാം നിലയും ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ തന്നെ നിരവധി വ്യവസായ സ്ഥാപനമുള്ള മേഖലയാണ് ഈ കളമശ്ശേരിയിലെ ഇടയാർ മേഖല എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും സമാനമായ രീതിയിൽ ഓയിൽ കമ്പനികളും ഫാക്ടറി ഉൾപ്പെടെയൊക്കെ നിരവധി കമ്പനികൾ ഉള്ള ഒരു വ്യവസായ മേഖലയാണ് ഈ ഒരു ഇടയാർ എന്ന് പറയുന്നത്. പൂർണ്ണമായും വ്യവസായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റുള്ള കമ്പനികളിലേക്ക് പടരാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി മറ്റുള്ള ആളുകളൊക്കെ അവിടുന്ന് മാറ്റുകയാണ്. എന്തായാലും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വളരെ വലിയ വീപ്പകളിൽ നിറച്ചിട്ടുള്ള ഓയിലുകൾ ഇതെല്ലാം തന്നെയും വീണ്ടും ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഓക്കെ, എറണാകുളത്തെ ഇടയാറിൽ ബിന്നാനിപുരത്ത് അവിടെയാണ് CG ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉള്ളത്. അവിടെ ഈ റീസൈക്കിൾഡ് ബേസ് ഓയിൽ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ഗ്രീസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. റബ്ബർ പ്രോസസ്സിംഗ് ഓയിൽ ഉണ്ടാക്കുന്നു, ജനറൽ പർപ്പസ് മെഷീനറി ഓയിൽ, എൻജിൻ കൂളൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അപകട സാധ്യത വലുതാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഓയിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായാലും സ്വാഭാവികമായിട്ടും അത് ഭയങ്കരമായിട്ട് തീ പടരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് അല്ലെങ്കിൽ വേസ്റ്റ് ഓയിൽ, റബ്ബർ പ്രോസസ്സിംഗ് ഓയിൽ, ഇവിടെ ഫ്ലാഷ് പോയിന്റ് വളരെ താരതമ്യേന കുറഞ്ഞ ഒന്നായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു ചെറിയ തീയോ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ വലിയ തീപിടുത്തം അവിടെ ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് മാത്രമല്ല ഈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഓയിൽ ലൈൻസ് ടാങ്കൊക്കെ അതിനകത്തുണ്ടാവും, പമ്പൊക്കെ ഉണ്ടാവും. അവയിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലൊരു പൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഈ ഓയിൽ സ്പ്രേഡ് പുറത്തേക്ക് ചീറ്റാൻ തുടങ്ങിയാൽ ഇതിൻ്റെ ഡയമെൻഷൻ മുഴുവൻ മാറാം. കൂടുതൽ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഒപ്പം പലതരത്തിലുള്ള ഈ യൂസ്ഡ് ഓയിൽ റീസൈക്ലിംഗ് യൂണിറ്റ് ആണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. അത് വലിയ തോതിലുള്ള തീപിടുത്തമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്ര വേഗത്തിൽ തീ അണയ്ക്കാൻ കഴിയുമെന്നുള്ള വലിയ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ആളുകൾ എന്തുമാത്രം അതിനകത്തുണ്ട്, എത്രമാത്രം ആൾക്കാർ റിസ്കിലാണെന്നൊക്കെ ഉള്ള സംശയമുണ്ട്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ അപ്ഡേറ്റാണ് നമുക്ക് വേണ്ടത്. കളമശ്ശേരിയിലെ വ്യവസായ മേഖലയിലെ ഇടയാർ ബിനാനിപുരത്തുണ്ടായ തീപിടുത്തത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ആളുകൾ പെട്ടുപോയിട്ടുണ്ടെന്നുള്ള സംശയമുണ്ടോ സിബി? നിലവിൽ കൂടുതൽ ആളുകൾ പെട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തീ ഇപ്പോൾ അല്പം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 6 പേർക്ക് അധികം പൊള്ളലേറ്റിട്ടുണ്ട്. ഒരാളെയാണ് കാണാതായത്. ഈ കാണാതായ ആൾ തന്നെയാണോ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരാളുടെ പേര് ബീഹാർ സ്വദേശിയെ കാണാതായി എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി മരിച്ച ആൾ അദ്ദേഹം തന്നെയാണോ എന്ന് പിന്നീട് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം, പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. തീ ഇപ്പോൾ അല്പം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ ഓയിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ വലിയ രീതിയിൽ അത് ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഇതൊരു വ്യവസായ മേഖലയാണ്. നിരവധി വ്യവസായ സ്ഥാപനങ്ങളുള്ള ഒരു മേഖല കൂടിയാണ്. ഇവിടെയൊക്കെ ഈ റബ്ബറിന്റെയും മറ്റും അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാകും. അതുകൂടാതെ വലിയ ബീഫുകളിൽ ടാറും അതോടൊപ്പം തന്നെ മറ്റ് ഓയിൽ വസ്തുക്കളൊക്കെ ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തീ പടർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളി കത്താനും അത് പെട്ടെന്ന് തന്നെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള
സാധ്യതയുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഒരു വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 1 മണിക്കൂറിലധികമായിട്ട് പോലും ഇത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. സമീപദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഒഴിപ്പിക്കുകയാണ്. തീ അല്പസമയത്തിനകം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ തീ പൂർണ്ണമായും കെടുത്താനുമായിട്ടില്ല. എന്തായാലും ഒരാൾ മരിച്ചു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. മറ്റൊരാളെ കാണാതായിട്ടുണ്ട്. ഈ കാണാതായാൽ തന്നെയാണോ മരിച്ചതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും 6 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അവരെ തൊട്ടടുത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 6 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി അവിടെ തീയണയ്ക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. നിഷാദ്, ശരി, ഞാൻ ഈ വാർത്തയിലേക്ക് വേഗം തിരിച്ചു വരാം.